ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ഹിന്ദിയിലെ രണ്ടാമത്തെ യൂണിറ്റ് അതിലെ ആദ്യ ചാപ്റ്റർ ഹാജി കി കഹാനി. ഗീത് ചതുർവേദിയാണ് ഇതിൻ്റെ രചനാകാർ. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൽ പൽത്തെ റിഷ്തെ എന്ന് പറഞ്ഞിട്ട് ആണ് യൂണിറ്റിൻ്റെ പേര് വരുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഹാജി കി കഹാനി, ഗീത് ചതുർവേദി. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1923 का समय 1923 എന്നാണ് 1923 ഹിന്ദി വേർഡ് കേട്ടോ. 1923. ഓക്കെ. അപ്പോൾ 1923 का समय जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर यूनो को कुत्ते का एक पिल्ला मिलता है. अकीता नस्ल का एक शानदार पिल्ला जिसके गले पर पट्टा बांधा है, उस पर लिखा है हाजी. जापानी भाषा में हाजी का अर्थ होता है 8. वह अंक जिसे पूरा जापान बहुत सौभाग्यशाली मानता है, लेकिन पिल्ला ऐसे मजबूर हालत में था कि लगे भाग्य का मारा है. ഓക്കെ. അപ്പോൾ ഇതിൽ എന്താ പറയണത്? നമ്മൾ പറഞ്ഞ പോലെ 1923 ആണ് കാലഘട്ടം. 1923 നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. എവിടെയാണ് കഥ നടക്കുന്നത്? ടോക്കിയോയിലാണ് കഥ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ കഥയിലുള്ള ആളാണ്, ഒരു പ്രൊഫസർ വരുന്നുണ്ട്, പ്രൊഫസർ യൂണോ. അദ്ദേഹം എന്താണ്, ഒരു ദിവസം ജപ്പാനിലെ ടോക്കിയോയിലെ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നടന്നു പോണ സമയത്ത് അയാൾക്ക് എന്ത് കിട്ടും? ഒരു പട്ടിക്കുട്ടീനെ അല്ലെങ്കിൽ ഒരു നായക്കുട്ടി. പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ്ക്കുട്ടിയാണ് കേട്ടോ. ആ നായ്ക്കുട്ടിയെ കിട്ടും. അക്കീത്ത നസൽക്ക ഏക് ഷാൻദാർ പിള്ള. എന്താ പറയുക? അക്കീറ്റ ഇനത്തിൽപ്പെട്ട, അതിൻ്റെ ബ്രീഡാണ് പറയുന്നത് കേട്ടോ. അക്കീറ്റ ഇനത്തിൽപ്പെട്ട ഒരു നല്ല നായ്ക്കുട്ടിയായിരുന്നു. ജിസ്കി ഗലേപ്പർ പട്ട ബാന്ധാ ഹെ, അതായത് അതിൻ്റെ കഴുത്തിൽ, ഗല പറഞ്ഞ കഴുത്താണ് കേട്ടോ. കഴുത്തിൽ എന്തുണ്ട്? ഒരു ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ജപ്പാനീസ് നായ ഇനമാണ് കേട്ടോ അക്കീറ്റ നസൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ കഴുത്തിൽ എന്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഒരു ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു? ഉസ് പർ ലിഖാ ഹെ ഹാജി. ആ ബെൽറ്റിൽ ഹാജി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ജപ്പാനി ഭാഷയിൽ ഹാജി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് ചോദിച്ചാൽ 8 എന്നാണ് കേട്ടോ. 8 എന്നാണ് അർത്ഥം. 8 മീൻസ് 8 ആണ്. അതുപോലെ തന്നെ വ അങ് ജിസെ പൂരെ ജാപ്പാൻ ബഹുത് സൗഭാഗ്യശാലി മാൻതാ ഹെ. അപ്പോൾ ആ ഒരു നമ്പർ ജാപ്പനീസിൽ ഭയങ്കര ഭാഗ്യമുള്ളൊരു നമ്പറായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സംഖ്യയാണ് 8. ഓക്കെ. ലേക്കിൻ പിള്ള ऐसी मजबूर हालत में था कि लगे भाग्य का मारा है. പക്ഷേ ആ നായക്കുട്ടി വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിന്, അതായത് ഈ 8 എന്ന് പറയുന്ന നമ്പറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒട്ടും ഭാഗ്യമില്ലാത്ത ഒരു നായക്കുട്ടിയെ പോലെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. അത്രയും ഭയങ്കര ദയനീയമായിട്ടുള്ള, നിസ്സഹായമായിട്ടുള്ള ഒരു സ്ഥിതിയിലായിരുന്നു നായക്കുട്ടി ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രൊഫസറിനെ തൈ കിയാക്കി മേ ഇസ് കുത്തേക്ക് മാലിക്കോ ഗോജുങ്ക. അപ്പം നമ്മുടെ പ്രൊഫസർ ഒരു തീരുമാനം എടുത്തു, ഈ നായക്കുട്ടിയുടെ ഓണറിനെ തിരയണം. ഓക്കെ. ജബ് തക് വ നഹി മിലേഗ യേ മേരെ സാഥി രഹേഗ. അപ്പോൾ ആ ഓണറിനെ കിട്ടണ വരെ, കിട്ടിയില്ലെങ്കിൽ അത് എൻ്റെ കൂടെ തന്നെ ഇരുന്നോട്ടെ, കിട്ടണ വരെ ഇത് എൻ്റെ കൂടെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള തീരുമാനം എടുക്കും പ്രൊഫസർ. ഉസേ സാത്ത് ലേക്കർ വ റോസ് ഉസ്കെ മാലിക്കോ ഗോഷ്നെ നികൽത്തെ, ലേക്കിൻ വ കഹി നഹി മില. അപ്പോൾ ദിവസവും ഈ നമ്മുടെ നായക്കുട്ടീനെയും കൊണ്ട്, ഹാജിനെയും കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? ഹാജിനെയും കൊണ്ട് ഈ പ്രൊഫസർ അതിൻ്റെ ശരിക്കുള്ള ഓണറിനെ തിരഞ്ഞിട്ട് എന്നും പോവുമായിരുന്നു. പക്ഷെ ശരിക്കുള്ള ഓണറിനെ ലഭിച്ചില്ല. റോസ് കെ ഈ സംഘ് സാത്ത് കെ കാരൺ ദോനോ മേ ഏസാ ലഗാവ് ബൻ ഗയാ കി ഹാജി അബ് ഉൻഹി കോ അപ്നെ മാലിക് മാനനെ ലഗ. അപ്പോൾ എന്നും ഈ പോയി വരുന്ന അവർ തമ്മിലൊരു കണക്ഷൻ വന്നു. നമ്മുടെ പ്രൊഫസറും നായക്കുട്ടിയായിട്ട് നല്ലൊരു കണക്ഷൻ വന്നു. അങ്ങനെ പ്രൊഫസർ നമ്മുടെ നായക്കുട്ടി എന്തായി കരുതി തുടങ്ങി? എൻ്റെ ഓണർ ഇതാണ് എന്ന് കരുതാൻ തുടങ്ങി. പ്രൊഫസർക്ക് പത്നിക്കോ ഷുറൂമേ ഹാജി പസന്ത് നഹിയായ. പ്രൊഫസറുടെ ഭാര്യയ്ക്ക് തുടക്കത്തിൽ ഹാജീനെ അത്ര ഇഷ്ടമായിരുന്നില്ല. ലേക്കിൻ ഉസ്കി സുന്ദർത और പ്രൊഫസർ की प्रति उसकी स्नेह ने उनका दिल पिघला गया. അപ്പോൾ ആദ്യം ഒന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ പിന്നെ ആ നായക്കുട്ടിയും ഈ പ്രൊഫസറും തമ്മിലുള്ള ഇൻട്രാക്ഷനും സ്നേഹവും ഒക്കെ കാരണം ഈ പ്രൊഫസറുടെ ഭാര്യയും എന്ത് ചെയ്യാൻ തുടങ്ങി? അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മീനിങ് ഉണ്ട്. ഭാഗ്യക മാറാഹെ പറഞ്ഞാൽ നിർഭാഗ്യവാൻ എന്നാണ് അർത്ഥം വരുന്നത്. ഗോജുങ്ക തിരയുകയാണ്. പിന്നെ ഇത് ലഗാവിൻ്റെ മീനിങ് ആണ് കേട്ടോ. അടുപ്പം വന്നു എന്ന് പറയും. രണ്ടുപേര്, പ്രൊഫസറും അതുപോലെ നായക്കുട്ടിയും തമ്മിൽ നല്ലൊരു അടുപ്പമായി. പിന്നെ
ദിൽ പിക്കല ദിയ, ഹൃദയത്തിൽ കാരുണ്യം ഉദിച്ചു എന്നാണ് മീനിങ്. നമ്മുടെ പ്രൊഫസറുടെ ഭാര്യയ്ക്ക് മനസ്സിലൊരു നായക്കുട്ടിയോട് ഒരു കാരുണ്യം, ഒരു ദയൊക്കെ തോന്നി തുടങ്ങി, സ്നേഹം ഉണ്ടായി തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ്. समय बीतता गया, उन दोनों की दोस्ती गहरी होती गई. സമയം കടന്നുപോയി. ഈ പ്രൊഫസറിൻ്റെ നായക്കുട്ടിയുടെ ഇടയ്ക്കുള്ള ബോണ്ടിങ്ങും കണക്ഷൻ കൂടിക്കൂടി വന്നു. അവർ തമ്മിലുള്ള ദോസ്തി കൂടിക്കൂടി വന്നു, ഭയങ്കര ശക്തമായി. പ്രൊഫസർ सुबह ट्रेन पकड़कर दफ्तर जाते और शाम को लौटकर हाजी के साथ खेलते. एक सुबह हाजी भी प्रोफेसर के पीछे पीछे चलता हुआ स्टेशन पहुंच गया. उनको बहुत अजीब लगा. उन्होंने समझाना चाहा, लेकिन हाजी घर लौटने को राजी नहीं था. आखिर प्रोफेसर खुद उसे घर तक छोड़कर आए और दफ्तर देर से गए. शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर हाजी उनका इंतजार कर रहा है. वह उनके साथ साथ पैदल घर लौटा. फिर तो ये रोज का सिलसिला बन गया. അപ്പം എന്താ പറയണത് ഇവിടെ? നമ്മുടെ ഈ നായക്കുട്ടി കുറേ കാലം കഴിഞ്ഞപ്പോൾ, കുറച്ച് കാലം ഇങ്ങനെ കടന്നു പോയി, ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് വന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പ്രൊഫസർ രാവിലെ ട്രെയിനിലാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ ഓഫീസിലേക്ക് പോണ സമയം, രാവിലെ പോവും, വൈകുന്നേരം തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ നായക്കുട്ടിയുടെ കൂടെ തിരിച്ചു വന്നതിന് ശേഷം കളിക്കും. അങ്ങനെയായിരുന്നു. ഒരു ദിവസം രാവിലെ ഏക് സുബ ഹാജി ബി, ഒരു ദിവസം രാവിലെ പ്രൊഫസറിൻ്റെ കൂടെ ബാക്കിൽ ആരും പോയി? നമ്മുടെ ഹാജിയും പോകാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻ വരെ കൂടെ പോയി. ഉനക്ക് ബഹുത്, അപ്പോൾ അത് ആദ്യം കണ്ടപ്പോൾ പ്രൊഫസർക്ക് ഭയങ്കര അജീബ്, പറഞ്ഞ സ്ട്രേഞ്ച് എന്നാണ് ഇംഗ്ലീഷ് മീനിങ്, വിചിത്രമായിട്ട് തോന്നി. ആദ്യം അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു പ്രൊഫസർ. പക്ഷെ ഹാജി അത് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്കൊന്നും പോയില്ല. അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ ഇരുന്നു. ആകെ പ്രൊഫസർ ഗുദൂസെ പറഞ്ഞ കേൾക്കാണ്ടായപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ പ്രൊഫസർ തന്നെ സ്വയം ഈ നായക്കുട്ടീനെ പിടിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ജോലി സ്ഥലത്തേക്ക് പോയി. ദഫ്തർ എന്ന് പറയുന്ന ജോലി സ്ഥലമാണ്, അവിടേക്ക് പോയി. വൈകുന്നേരം ഷാംകോ കാംസെ ലൗട്ട്നിക്ക് ബാത്ത്. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ പ്രൊഫസർ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ആരെത്തിയിട്ടുണ്ടായിരുന്നു? സ്റ്റേഷനിൽ പുറത്തേക്കുള്ള ഗേറ്റിൻ്റെ അവിടെ ആര് വെയിറ്റ് ചെയ്ത് നിൽക്കും? നമ്മുടെ ഹാജി പോയിട്ട് ആൾ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, ഇന്ദസാർ പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉൻകി സാത്ത് പൈതൽ ഗാർലൗട്ട്. അങ്ങനെ അയാൾ വരുന്ന സമയത്ത് അയാളുടെ കൂടെ തിരിച്ച് എവിടേക്ക് പോവുള്ളൂ? വീട്ടിലേക്ക് പോവുള്ളൂ. അയാൾ വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പോകും. അയാളെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പോണ പോലെ പോയി അവിടെ വെയിറ്റ് ചെയ്ത് അയാൾ വന്നതിന് ശേഷം ഇവർ രണ്ടാളും കൂടിയിട്ടാണ് കാൽനടയായിട്ട് വീട്ടിലേക്ക് പോവുക. ഫിർ തോ എ റോസ് കാ സിൽസില. ആദ്യം അത് ജസ്റ്റ് തുടങ്ങി, പിന്നീട് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നീട് അതൊരു ശീലമായിട്ട് മാറി കേട്ടോ. തുടർച്ചയായിട്ട് ഇതന്നെ നടന്നുകൊണ്ടിരുന്നു. हर सुबह हाजी प्रोफेसर को छोड़ने स्टेशन तक जाता और शाम को उनके आने से पहले ही स्टेशन के बाहर बैठकर उनका इंतजार करने लगता. അതായത് എല്ലാ ദിവസവും രാവിലെ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പോവുമായിരുന്നു ഹാജി. എന്നിട്ട് അത് അയാൾ പോയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരും. വൈകുന്നേരം ആവുന്ന സമയത്ത് വീണ്ടും അയാൾ ഓഫീസിൽ നിന്ന് വരുന്നതും കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കും. അയാൾ വന്നതിന് ശേഷം രണ്ടാളും കൂടി ഒരുമിച്ചിട്ട് നല്ല ആഹ്ലാദിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. ഇതായിരുന്നു കുറേ കാലം നടന്നത്. ഒരു ദിവസം एक शाम हाजी स्टेशन के बाहर बैठकर इंतजार कर रहा था. बहुत देर हो गई. ഒരു ദിവസം ഇതുപോലെ വൈകുന്നേരം അയാളെ വെയിറ്റ് ചെയ്ത് ഹാജി റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് സമയം കടന്നുപോയി. ലേക്കിൻ പ്രൊഫസർ ലോട്ട്കർ നഹി ആയെ. പക്ഷെ ആര് വന്നില്ല? പ്രൊഫസർ വന്നില്ല. ഓഫീസിൽ നിന്ന് പ്രൊഫസർ തിരിച്ചെത്തിയില്ല. ലോട്ട്കർ വന്ന് തിരിച്ചു വരിക കേട്ടോ. രാത് ഹോ ഗയി. രാത്രിയായി സമയം. ബർഫ് ഗിർനയിലേക്ക്, തണുപ്പ് വരാൻ തുടങ്ങി. പർ നദോ പ്രൊഫസർ ആയി. പക്ഷെ എന്നിട്ടും പ്രൊഫസർ എത്തിയില്ല. നഹി ഹാജി ഉസ് ജഗസേ ഹില. പക്ഷെ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹാജി അനങ്ങിയതേ ഇല്ല. അയാൾ വരും പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു. ദർസൽ ഉസ് ദോപഹർ കോ ദഫ്തർ മേ പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ താ. പക്ഷെ എന്ത് സംഭവിച്ചു? ആ ദിവസം ഉച്ചയ്ക്ക് ആര് മരിച്ചു? പ്രൊഫസർ മരിച്ചു. അത് ആർക്കറിയില്ല? ഈ നായക്കുട്ടിക്ക് അറിയില്ലല്ലോ. പ്രൊഫസർ നിധൻ പറഞ്ഞ മരിച്ചു എന്നാണ് കേട്ടോ. അബ് ഉനെ കബി നഹി ലൗട്ട്നാ താ. ഇനി ഒരിക്കലും പ്രൊഫസർ തിരിച്ചു വരില്ല. ലേക്കിൻ ഹാജിക്കോ യേ ബാത് കേസെ പതാ ചൽ.
പതാ ചൽ സക്തി തി. പക്ഷെ ഹാജി ഒരു നായക്കുട്ടിയാണ് അല്ലേ, അതിനെങ്ങനെ ഇതൊക്കെ അറിയാൻ പറ്റും? അതിനാകെ എന്താ അറിയൂ, ഉസേ തോ ബസ് ഇതന സമജ് ആയാ കി ഉസ്കാ ദോസ്ത് ഇസ് ജഗ ട്രെയിൻ से उतर कर हर रोज उसके पास लौट आता था. आज नहीं लौटा है, हो सकता है थोड़ी देर बाद आ जाए. അപ്പൊ ഈ നായക്കുട്ടിക്ക് എന്ത് മാത്രമേ അറിയുള്ളൂ, അതിന് ഈ മരിച്ചു പോണു അതൊന്നും അറിയില്ല. അപ്പൊ അത് അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കരുതണ എന്താ, എൻ്റെ ഫ്രണ്ട് കുറച്ച് കഴിഞ്ഞാൽ വരും, ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരും, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. ഇത് മാത്രമേ നായക്കുട്ടിക്ക് അറിയുള്ളൂ. ഇന്ന് തിരിച്ചു വരില്ല പറഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയായിരിക്കും എന്നായിരിക്കും നായക്കുട്ടി ചിന്തിക്കുന്നുണ്ടാവുക. ഓക്കെ, ദേർ രാത് പ്രൊഫസർക്ക് അങ്ങനെ കുറേ രാത്രിയായി, നല്ല രാത്രി ആയപ്പോൾ പ്രൊഫസറിൻ്റെ ഒരു പ്രൊഫസർക്ക് പരിചൻ ഉസെ ജബറൻ ഗർ ലേ ഗയെ, അതായത് നിർബന്ധിച്ച് വീട്ടിലേക്ക് നായക്കുട്ടീനെ കൂട്ടിക്കൊണ്ടുപോയി പ്രൊഫസറുടെ ഒരു പരിചയക്കാരൻ. ലേക്കിൻ അഗലി സുബ ഹാജി ഫിർ ഉസി ജഗ ആക്കർ ബൈറ്റ് ഗയെ. പക്ഷെ അടുത്ത ദിവസം വീണ്ടും രാവിലെ ആയപ്പോൾ നമ്മുടെ ഹാജി എന്ത് ചെയ്തു, വീണ്ടും അതേ റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രെയിൻ അവർ എവിടെയാണോ വെയിറ്റ് ചെയ്യുക, കൊണ്ടാക്കുക, ആ സ്ഥലത്ത് പോയി വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങി. ഉസ്സേ വിശ്വാസ് താക്കി പ്രൊഫസർ റോസ് കി തര സ്റ്റേഷൻ കി ഉസ് ദർവാസെ സെ നിക്കൽക്കർ ആയെങ്കിൽ. അതിനെന്താ വിശ്വാസം, അത് വിശ്വസിച്ചിരുന്നത് എന്താണ്, പ്രൊഫസർ ട്രെയിൻ ഇറങ്ങിയിട്ട് ഏത് വഴിയാണോ വരുന്നത് ആ ഒരു ഡോർ വഴി തിരിച്ച് പുറത്തേക്ക് വരുമെന്നാണ് നായക്കുട്ടി വിശ്വസിക്കുന്നത്. ഉസ്സെ പ്യാർ കരയെങ്കിൽ और फिर वे दोनों खेलते टहलते घर लौटेंगे. അതിനെ സ്നേഹിക്കുമെന്നും രണ്ടുപേരും കളിച്ച് ചിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്നും ആര് കരുതുകയാണ്, നമ്മുടെ നായക്കുട്ടി കരുതുകയാണ്. रोज सुबह स्टेशन के बाहर उसी जगह बैठ जाता और देर रात घर लौट आता. അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് പോയിട്ട് എവിടെയാണോ ഇരിക്കാറോ അവിടെ പോയി ഇരിക്കും, രാത്രി ഒരുപാട് നേരം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇതാണ് നായക്കുട്ടി ചെയ്തുകൊണ്ടിരുന്നത്. कुछ समय बाद प्रोफेसर की पत्नी ने मकान बेच दिया और दूसरे शहर चली गई. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രൊഫസറുടെ ഭാര്യ അവരുടെ ആ നാട്ടിലുണ്ടായിരുന്ന വീട് വിറ്റു, എന്നിട്ട് വേറൊരു സിറ്റിയിലേക്ക് പോയി. അപ്പോൾ അപ്നെ സാത്ത് ഹാജി കോ ബി ലേത്തി ഗയി തി. അവരുടെ കൂടെ ഹാജിനെയും കൊണ്ടുപോയി. ലേക്കിൻ ഹാജി വഹാ സെ ഭാഗ് ആയ और स्टेशन के बाहर ठीक उसी जगह पर बैठकर फिर से इंतजार करने लगा. അപ്പോൾ ഹാജി എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടെ നിന്ന് ആ അടുത്ത സിറ്റിയിലേക്ക് പോയി, ആ സിറ്റിയിൽ നിന്ന് എവിടേക്ക് വരും, അവിടെ നിന്ന് ഓടി വന്നിട്ട് ഈ സ്റ്റേഷൻ്റെ വെളിയിൽ എവിടെയാണോ ഇരുന്നുകൊണ്ടിരുന്നത് അവിടെ വന്ന് ഇരിക്കുമായിരുന്നു. എന്നിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ്. സ്റ്റേഷൻ്റെ ആസ്പാസ് ലോഗ് ഉസേ പഹ്ചാൻതേ തേ. സ്റ്റേഷൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ ഡെയിലി ഇങ്ങനെ ഒരു നായ രാവിലെ വന്ന് വെയിറ്റ് ചെയ്യണു, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകണു, ഇതിങ്ങനെ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഇവനെ പരിചിതമായി തുടങ്ങി. വേ ലോഗ് ഹാജിക്കോ ഗാന ഗിലാത്തെ. അപ്പോൾ അവിടെയുള്ള ആളുകൾ അതിന് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. വ ദിൻ ഭർ സ്റ്റേഷൻ കോ ദേഖ്താ രഹതാ. ഫുൾ ഡേ നായക്കുട്ടി എന്ത് ചെയ്യുമായിരുന്നു, ഈ ഹാജി സ്റ്റേഷനിലേക്ക് നോക്കിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കും. ട്രെയിൻ ആത്തി തോ ഉജക് ഉജക്കർ അപ്നെ പ്രൊഫസർ കോ ഗോജ കർത്ത. ട്രെയിൻ വരുന്ന സമയത്ത് അവൻ ചാടി ചാടി പോയിട്ട് പ്രൊഫസറിനെ നോക്കുമായിരുന്നു, തിരയുമായിരുന്നു. രാത് ഹോത്തി സിർ ചുക്കാക്കർ. രാത്രി ആയി കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യും, തല താത്തിയിട്ട് അവിടുത്തെ ഒരു യാർഡുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ, ആ സ്റ്റേഷനിലെ യാർഡിൽ എന്ത് ചെയ്യും, അവിടെ തന്നെ കിടന്നുറങ്ങുമായിരുന്നു. ഇങ്ങനെയായി അവൻ്റെ കാര്യങ്ങൾ. പിന്നെ ഉജക് ഉജക്കർ ചാടി ചാടി എന്നാണ്. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने तक हाजी ठीक उसी जगह बैठ अपने प्रोफेसर का इंतजार करता रहा. 1 വർഷം 2 വർഷം 3 വർഷം അങ്ങനെ 9 വർഷം 9 മാസം ഇതിങ്ങനെ കടന്നു പോയി. അത്രയും കാലം ഇവൻ അതേ സ്ഥലത്ത് പോയി എന്ത് ചെയ്യുമായിരുന്നു, ആ ട്രെയിൻ വരുന്ന ആ ഒരു രാവിലെ പോവുക, അവിടെ പോയി വെയിറ്റ് ചെയ്ത് എവിടെയാണോ അയാളുടെ യാത്ര അയക്കാൻ വരാറ്, അയാൾ തിരിച്ചു വരാറ്, അവിടെ പോയി ഇരിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ലേക്കിൻ ജോ ഫിർ കബി ലോഡ് കർ നഹി ആയ. പക്ഷെ അയാൾ വന്നതേ ഇല്ല, കാരണം അയാൾ മരിച്ചുപോയി. സർദി ഗർമി ബർസാത്ത് ബർഫ് ഹാജിക്കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹി പട. അതായത് ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ മാറി മാറി വന്നു. വേനൽ വന്നു, മഴ വന്നു, മഞ്ഞ് വന്നു. ഇത് എന്ത് വന്നിട്ടും അതൊന്നും ആർക്ക് പ്രശ്നമേ അല്ലായിരുന്നു. ഹാജിക്ക് അതൊരു പ്രശ്നമേ അല്ലായിരുന്നു. ഒരു മാറ്റവും അവനിൽ ഇതൊന്നും കൊണ്ടുവന്നില്ല. അവൻ എന്നും ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. बीच में कभी किसी बर्स प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती, तब वह हाजी के साथ सड़क पर बैठकर रोती रहती. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നമ്മുടെ പ്രൊഫസറിൻ്റെ ഭാര്യ പ്രൊഫസറിൻ്റെ ശവകുടീരത്തിൽ പൂക്കൾ വെക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമല്ലോ, ശവകുടീരത്തിൽ പൂക്കൾ വെച്ചിട്ട് അതിന് വേണ്ടി വന്നു. അപ്പോൾ വഴിയിൽ ആരെ കാണുകയാണ്, നമ്മുടെ വഴിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന
ഹാജിനെ കണ്ട് അവരെന്ത് ചെയ്യും? കരയും. അവരെന്താ കരുതുന്നത്? और शायद उस मूक जानवर के प्रेम समर्पण व प्रतीक्षा पर अचर्च करती. അപ്പോൾ അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയി ഒരു ഓണറിൻ്റെ തൻ്റെ യജമാനൻ ഇതാണെന്ന് പറഞ്ഞ് അതിനോട് ആ ഒരു നായക്കുട്ടിക്ക്, ആ ഒരു ജീവിക്ക് അതിൻ്റെ യജമാനനോടുള്ള സ്നേഹവും ആ ഒരു സമർപ്പണവും ഒക്കെ കണ്ടിട്ട് അവർക്ക് അത്ഭുതം തോന്നുകയാണ്. സമയ്ക്ക് സാത്ത് ഹാജി ബൂട്ട ഹോഗയ. കാലങ്ങൾ കടന്നു പോയി. ഹാജിക്ക് വയസ്സായി. ബൂട്ട ഹോഗയ, ഓൾഡ് ആയിട്ട് വയസ്സായി. ലെകിൻ ഉസ്നെ ഇന്തസാർ കർണ നെഹി ചോട. പക്ഷെ വെയിറ്റ് ചെയ്യണത് നിർത്തിയതേ ഇല്ല. അങ്ങനെ 1935 ആയി. നമ്മൾ തുടങ്ങിയത് 1923 ഇപ്പം 1935 ഉസി ജഗ ബൈറ്റെ ബൈറ്റെ ഉസ്നെ ദം തോട് ദിയ. എന്ത് സംഭവിച്ചു? ആ സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ അവൻ മീൻസ് ഹാജി മരണപ്പെടുകയാണ് കേട്ടോ. ദം തോട് ദിയ പറഞ്ഞാൽ മരിച്ചു. ഉസ് സമയ ബർഫ് ഗിർ രഹി തി. ആ സമയത്ത് ബർഫ്, അതായത് മഞ്ഞ് അത് ഉണ്ടായിരുന്നു. അതിങ്ങനെ വീണുകൊണ്ടേയിരുന്നു. മറേ ഹുയ ഹാജി കി ഗുലി ആംഗേ കോ ജैसे अब भी इंतजार था. അപ്പോൾ എന്താണ്? അവൻ്റെ കണ്ണുകൾ തുറന്നാണ്. ഗുലി ആംഗയാണ്, തുറന്ന കണ്ണുകളായിരുന്നു. ആ തുറന്ന കണ്ണുകളിൽ ഇപ്പോഴും പ്രതീക്ഷയാണ് അല്ലേ? അവൻ വെയിറ്റ് ചെയ്യണം, ആരെയോ കാത്തിരിക്കുകയാണ്. ആ തുറന്ന കണ്ണുകൾ, മരിച്ചുപോയി ആ ഹാജി. ആ മരിച്ച് കിടക്കുമ്പോഴും തുറന്ന കണ്ണുകളാണ്. ആ കണ്ണുകളിൽ ഇപ്പോഴും അവൻ ആരെയോ കാത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. വളരെ ടച്ചിങ് ആയിട്ടുള്ള, ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ഇതിലെയാണ് സ്റ്റോറി വരുന്നത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ട്. ഇതുണ്ടോ, ഇതാണ് ഹാജി. ഈ പിക്ചറിൽ കാണുന്ന ഹാജിയുടെ ചിത്രം. ഹാജി കി സ്മൃതി മേ സ്റ്റേഷൻ കി ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത് ഹെ. അതിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഹാജിയുടെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോറി. ഇപ്പോൾ സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതിൻ്റെ ആക്ടിവിറ്റീസും ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.